ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് പ്ലസൻറ്റ് വെതറാണ്. അപ്പം ഞാൻ ഓർത്ത് രാവിലെ കുറച്ച് പണി ചെയ്യാനുണ്ട്. കാരണം ഇവിടെ ഗാർഡനായിട്ടൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു സെറ്റിങ്. കാരണം കുറച്ച് ഞാൻ പറയത്തില്ലേ, മുളകൊക്കെ ഞാൻ ഇട്ടിട്ട് ഇതിനകത്ത് അതിൻ്റെ സീഡിട്ട് തന്നെ കളിപ്പിക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഹലോ. ഭയങ്കര ശല്യമാണ്. ഇളപ്രാവുകൾ രണ്ടെണ്ണം ഇവിടെ ഭയങ്കര പോയി. നല്ല കാറ്റുണ്ട്. അപ്പം ചായ പെട്ടെന്ന്. അപ്പം അത് എന്താ പറയുക, അത് കിളിപ്പിച്ച് അതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടുത്തെ എൻ്റെ ഗാർഡനർ, അതായത് ഇവിടെ അധികം ഇതില്ലല്ലോ, ഇപ്പം എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗാർഡനർ എന്നോട് എപ്പോഴും പിണക്കമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒന്നിനും വിളിക്കുന്നില്ല, ചെയ്യിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അല്ലാതെ നമ്മളിപ്പം എന്താ പറയുക, ഒരാൾ ചെയ്യട്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ. മുമ്പ് റോസൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ റോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് റോസിന് നല്ല മെയിൻ്റെനൻസ് വേണം. ഞാൻ 100-ൽ പരം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ അല്ല, സോറി, ഫോട്ടോസ് കാണിച്ചു എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇത് മൊത്തം ഇതായി നിൽക്കുന്നതാണ്. ഇതാണ് ചില്ലി, കണ്ടോ. അപ്പം ഇതിൽ നിന്ന് തന്നെ പഴുത്ത ചില്ലി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ. ഇപ്പം ഇത്രയും വലുതായതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പണിയുടെ തിരക്കിലായതുകൊണ്ട് അറിഞ്ഞില്ല. ഇത്രയും വലുതാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ വെക്കും. ഇപ്പോഴും വേണ്ട ആ മുളകിൻ്റെ അതിൻ്റെ അരിയുടെ ആ ഒരു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ വളർന്നു വരുന്നത് ഭയങ്കര രസമാണ് അത് കാണാൻ. അതിൻ്റെ ആ സീഡിൻ്റെ അറ്റം ഇങ്ങനെ അതെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഇത് ബ്രഹ്മകമലം, ഇതെല്ലാം എന്താ പറയുക, വാടി രാത്രിയിലല്ലേ വിരിയുന്നത്. രാത്രിയിൽ ഇത് പിന്നെ ഇത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി അവിടെ എവിടെയോ ഉണ്ട് കുറച്ച് ചെറുതായിട്ട്. ഇതിപ്പം ബാൽക്കണിയിൽ നിന്ന് അങ്ങ് പോകും, അങ്ങ് നമ്മുടെ അങ്ങ് പോകും. ഇങ്ങനെ അങ്ങോട്ടങ്ങ് നിൽപ്പുണ്ട്. ഓക്കെ, സോ അതിൻ്റെ പണി ചെയ്യാന്ന് വെച്ചാൽ ഇത് വീണ്ടും വന്ന് കുറേ ഉണ്ട്, കുറേ കട്ട് ചെയ്യാനുണ്ട്, കുറേ ആയിട്ട്. ഇത് ശരിക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു കെയർ, ഇത്തിരി വെള്ളം അതിന് മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരും കേട്ടോ. ഉള്ളി ഇപ്പം എനിക്ക് കുട ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. അംബ്രല്ല ഈസ് മൈ അനദർ വീക്ക്നെസ്. ഓക്കെ, പക്ഷേ എന്താ പറയുക വെച്ചാൽ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ നല്ല വലിയൊരു കുട ഫുള്ള് കവർ ചെയ്ത് നല്ലൊരു അംബ്രല്ല ഉണ്ടായിരുന്നു. അത് പോയിട്ട് ഇവർ അറിഞ്ഞതേ ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ആരും താഴെ വീണപ്പോൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു അവിടെ താഴെ ചെന്ന് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് അപ്പം ഇങ്ങോട്ട് ആക്സസ് ഇല്ലായിരുന്നു ഇവരെയൊക്കെ വിളിക്കാൻ. അപ്പം പോയില്ല. ഇവരുടെ ഒക്കെ തിരക്കൊണ്ട് പോയി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് മാസം ഒന്ന് കഴിഞ്ഞ് ഞാൻ വന്നു. പോയിട്ട് കിട്ടിയില്ല. സോ അതെന്ന് വെച്ചാൽ ഈ കുട നമ്മൾ ഓൺലൈനിലൊന്നും മേടിക്കുന്നില്ല, ഞാൻ പോയി മേടിക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ എൻ്റെ ഏത് ടെറസ് ഗാർഡനിൽ ഞാൻ അംബ്രല്ലാസ് വെക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരു തവണ പോയാൽ കുറേ മേടിച്ചുകൊണ്ട് വരും. കാരണം കുറേ ദൂരമുണ്ട്. സെലക്ട് ചെയ്തൊക്കെ മേടിക്കുന്നതൊക്കെ കുറച്ചൊരു ഇതാണ്. അപ്പോൾ അത് ഫുള്ള് എടുത്തിട്ട് പോരും. ഓക്കെ, സോ ഇപ്പം പോകാൻ പറ്റുന്നില്ല. ഒന്നാമത് ടൈമില്ല. ഇവിടെ ഇവരും ബിസി, തിരക്ക്. എനിവേ എൻ്റെ കോലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കുഞ്ഞായിട്ട് വെച്ച് കണ്ട. ഇനി ഇത് ഇവന്മാരെല്ലാവരും വളർന്നു വരട്ടെ. കണ്ടേ, എല്ലാത്തിനകത്തും ഉള്ളതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോട്ടൊക്കെ ഒരുപാട് പോട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കൊടുത്തു ആയിട്ട്. പിന്നെ എൻ്റെ നെയ്ബേഴ്സ് എടുത്തുകൊണ്ട് പോയി. എങ്ങും ആർക്കും സ്ഥലമില്ല. ഈ ബാൽക്കണി അറിയാമല്ലോ, 12th floor 13th floor എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബാൽക്കണി ഒന്നും ഇല്ല അധികം. ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ. പക്ഷെ അതൊരു സുഖമാണ് കേട്ടോ. അത്
എന്താ പറയുക, അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ഓടിച്ചാടി എന്താ പറയുക ഭയങ്കര വലിയ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ നടക്കുന്നതെന്നൊക്കെ ഉള്ളു എന്നൊക്കെ വിചാരിക്കും. അങ്ങനൊന്നുമല്ല. ഒരിത്തിരി മണ്ണ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷിപ്പണി എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കൃഷി അറിയാമോ, ഇതുപോലെ ഒരുപാട് മരങ്ങളും ഇതൊക്കെ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒരു സുഖം. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വിശപ്പോട്ടെ. ഹായ് ഹായ്, ഇന്ന് ഒരു ചെറിയ ലഞ്ച് കാണിക്കാം. അതായത് ജപ്പാൻ വേഴ്സസ് കേരള. ഓക്കെ, വിച്ച് വൺ യു ലൈക്ക്, ടെൽ മീ, കം ഓൺ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പം പപ്പടമൊക്കെ ഇല്ലാതെ എന്ത് ഓണം ഇല്ലേ. അത് ഒന്നുമില്ല കേട്ടോ, വെറുതെ ഞാനൊരു ജസ്റ്റ് കിഡിങ്. അതായത് ഒരു ചെറിയ അവിയൽ വെച്ച്, ഒരു മിനിറ്റ് ഞാൻ ബാക്ക് ക്യാമറ കാണിക്കാം, അപ്പോഴേ ശരിയാവും. ഒരു ചെറിയ അവിയൽ വെച്ച് അതിൻ്റെ ബഹളമാണിത്. ഓക്കെ, സോ അവിയൽ വെച്ച് കറിവേപ്പില കറുത്തു പോയി, അതിനകത്ത് ഇളക്കാൻ പോയി, നല്ല തളിരല്ലേ. ഓക്കെ, സോ പുളിശ്ശേരി വെച്ചു, പിന്നെ പപ്പടം, പിന്നെ എന്താ പറയുക, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെന്താ, ഇത് ശേഷം ചട്നി, ഇത് നമ്മുടെ നാടൻ മത്തി വറുത്തത്, അത്രയേ ഉള്ളൂ. പിന്നെ ചോറ് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പുളിശ്ശേരി ഇതൊക്കെ ഇട്ടാണ് കേട്ടോ. എന്താ പറയുക, വെള്ളരിക്ക പുളിശ്ശേരി, പിന്നെ നമ്മുടെ അവിയൽ, മുരിങ്ങയ്ക്കൊക്കെ ഇട്ട അവിയൽ എന്നുള്ളതൊക്കെ നല്ല മൺകലത്തിലെ പുളിശ്ശേരി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഒരു ലഞ്ച്. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം. കുറേ കാലമായി പുളിശ്ശേരിയൊക്കെ വെച്ചിട്ട്. പുളിശ്ശേരി അതായത് ജപ്പാനിലെ ലഞ്ച് കഴിച്ച് നമ്മുടെ നാട്ടിലെ പുളിശ്ശേരി സൂപ്പർ. ഇത്തിരി ഉപ്പ് കുറവാന്ന് തോന്നി, ഞാൻ കുറച്ചേ ഉപ്പിടാറുള്ളൂ. അവിയലൊക്കെ എന്താ പറയുക, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ്. ഓക്കെ, എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയാൽ മതി, ഞാൻ വെച്ചോളും. പക്ഷേ ഇത് പപ്പടം സൂപ്പർ. ഓക്കെ, എപ്പോഴും സൺഡേ ബിരിയാണിയും കാര്യങ്ങളൊക്കെ. ഇന്ന് സിമ്പിൾ ലഞ്ച്, അല്ല മുരിങ്ങയ്ക്കൊക്കെ പപ്പടത്തിൻ്റെ ആളൊന്നും ഇവിടെ ഇല്ല. കൊടൈക്കനാലല്ല, ഇന്ന് വരത്തേ ഉള്ളൂ. 3-4 ദിവസമായി പോയിട്ട്. മോന് വീക്കെൻഡിൽ തേഴ്സ്ഡേയിലേ പോയി. കാര്യം ഈ വെതറൊക്കെ കൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എങ്ങും പോകാതെ ഇപ്പം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആവണം. ഒരു ചെറിയ പായസം വെച്ച്, അത് എളുപ്പം വയ്ക്കാൻ പറ്റിയ സേമിയ ഇല്ലേ, സേമിയ വിത്ത് എന്താ പറയുക, ഒരു യെല്ലോയിഷ് കളറുണ്ടല്ലോ, അത് ഇതാണ്, ബദാം പൗഡറാണ്. ബദാം പൗഡറൊക്കെ ഇട്ട്, ഇനി ഞാൻ കഴിക്കുന്ന രീതി ഇതാ, ഇത് ഒരു പഴം അരിഞ്ഞതിനകത്തോട്ട് ഈ പായസം കൂടെ ഒഴിച്ച് വിശാലമായിട്ട് കഴിക്കും. ഓക്കെ, സോ കാണിച്ചു. ഫീബി അക്ഷമയായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ആദ്യമൊക്കെ പോകാൻ തുടങ്ങിയതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പായസം ഇതിനകത്തോട്ട് ഒഴിച്ച് ഫീബിക്ക് കൊടുക്കട്ടെ. ഫീബിക്കും കൂടെ കൊടുത്തില്ലെങ്കിൽ ഇതാണ് എൻ്റെ പായസം. പഴവും കൂടെ കൂട്ടി കഴിക്കാം.
എൻ്റെ ഫേവറേറ്റാണ് പായസം. പക്ഷേ എനിക്ക് ഇത് വെക്കാനേ അറിയുള്ളൂ. ഓക്കെ, എനിക്ക് അടപ്രഥമൻ എന്താ പറയുക പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടിൻ്റെ ആളാണ് പുള്ളിക്കാരൻ. നന്നായിട്ട് വെച്ച് തരും. അത് ഇടയ്ക്കിടയ്ക്ക് പായസം വെച്ച് എന്താ പറയുക, ഞാൻ ഈ ഗുമ്മാന്ന് ഇതൊക്കെയാണ് സ്വീറ്റ്സ്. ഓക്കെ, സോ നന്നായിട്ട് വെച്ച് തരും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കാരണം തിരക്കായതുകൊണ്ട് ഞാനും ഇവിടെ ഇല്ലായിരുന്നു, ഓഫ് കോഴ്സ് പറ്റിയില്ല. പക്ഷേ ഇനിയൊന്ന് പുറകെ പിടിക്കണം. എന്നിട്ട് ഇത് സേവിയാണ് ഞാൻ കേട്ടോ. അപ്പം ഞാനും ഫിബിയും കൂടെ എന്താ പറയുക വൈകുന്നേരം ആകുമ്പോൾ രാത്രിയിൽ ഡിന്നറിന് പെട്ടെന്ന് ഞങ്ങളുണ്ടാക്കി ഞങ്ങളും കൂടെ കഴിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. സ്റ്റേ സേഫ്. ഓക്കെ, ബൈ. പായസം തരാം. കുണി എഴുതണ്ടോ? പായസം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അമ്മ തരാം. ഗുഡ് കേൾപ്പാവും. പായസത്തിന് വെയിറ്റ് ചെയ്യുക. എന്നെ പോലെ അവക്കും പായസം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ 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 അൽഗീവ് നല്ല രീതിയിൽ കുറച്ച് ദിവസം കൂടി ഇന്ന് ഇത്തിരി സണ്ണ് കിട്ടിയത്. കഴിഞ്ഞു, സൺസെറ്റ് കഴിഞ്ഞു. എത്ര കണ്ടാലും മതിയാവത്തില്ല. ഉറങ്ങാൻ പോകുന്ന ഇപ്പോഴാണ്. നല്ല ഭംഗി. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ഒരു രാത്രിയേ ഉള്ളൂ ഇതിൻ്റെ ആയുസം നോക്കുമ്പോഴുള്ള വിഷമേ ഉള്ളൂ. എത്ര മനോഹരമായ ഒരു ആയുസ്, ഒരു ദിവസം, ഒരു രാത്രിയുടെ ആയുസ് കഴിഞ്ഞു. കണ്ടാലും മതി. ഓക്കെ, ഗുഡ് നൈറ്റ്.